49% മാത്രം ഷിയാക്കളുള്ള ഒരു രാജ്യമെന്ന് കൃത്യമായി അവകാശപ്പെടുന്ന ബഹ്റൈൻ യഥാർത്ഥത്തിൽ വളരെയധികം ഷിയാക്കളുള്ള ഒരു രാജ്യമാണ്. കൃത്യമായ കണക്കുകൾ പുറത്തുവിടാതെ ഷിയാക്കളെ ഒരു ന്യൂനപക്ഷമായി നിലനിർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ. വലിയ എണ്ണത്തിൽ ഷിയാക്കളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ബഹ്റൈൻ അറിയപ്പെടുന്നു. ബഹ്റൈൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്ലാം മത വിശ്വാസപ്രകാരം ഷിയാക്കൾ പോലെയുള്ള മറ്റു മതക്കാരെ പീഡിപ്പിക്കുന്നതോ കൊന്നൊടുക്കുന്നതോ അനുവദനീയമല്ല. തൊട്ടടുത്ത് പ്രബലമായ ഇറാൻ ബഹ്റൈനിലെ ഷിയാക്കളെ സംരക്ഷിക്കുവാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. അതിനു കാരണം സൗദി അറേബ്യയുടെ ശക്തമായ സൈനിക സംരക്ഷണം ബഹ്റൈന് ലഭിക്കുന്നതുകൊണ്ടാണ്. ഷിയാക്കളെ കൊന്നൊടുക്കുന്നതിന് സൗദി അറേബ്യ മൗനാനുവാദം നൽകുന്നുമുണ്ട്. എങ്കിലും ഷിയാക്കളുടെ ഭാവി പദ്ധതികൾ നിഗൂഢമായതുകൊണ്ടും അവരുടെ ശക്തി നാം കരുതുന്നതിനേക്കാൾ കൂടുതലായതുകൊണ്ടും ഇന്നല്ലെങ്കിൽ നാളെ ബഹ്റൈൻ ഒരു ഷിയ രാജ്യമായി മാറും എന്നുറപ്പാണ്. കാരണം ഷിയാക്കളുടെ മതത്തിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നത് അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് അവർക്ക് നിർബന്ധമായ ഒരു കാര്യവുമാണ്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെക്കാൾ ഷിയാക്കൾ സൈനിക ശക്തിയിലും വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക ശേഷിയിലും മുന്നിട്ട് നിൽക്കുന്നു. കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തിയും ലീഡർഷിപ്പും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഷിയാക്കൾക്കാണുള്ളത്. അതുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഓരോ മുസ്ലിം രാജ്യങ്ങളും ഷിയാക്കൾ പിടിച്ചെടുക്കുമെന്നും ലോകത്തുള്ള മുസ്ലിങ്ങളുടെ 90% ഷിയാക്കളുടെ നിയന്ത്രണത്തിലാവുമെന്നും നമുക്കറിയാം. ആലപ്പുഴ ജില്ലയുടെ പകുതി മാത്രം വലുപ്പമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ബഹ്റൈൻ. 15 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. മനോഹരമായ ഒരു നാഷണൽ ഫ്ലാഗ് ബഹ്റൈനുണ്ട്. ഇടതുഭാഗത്ത് ഒരു വെളുത്ത ബാൻഡും വലതുഭാഗത്ത് ഒരു വലിയ ചുവന്ന ബാൻഡുമാണുള്ളത്. 5 ത്രികോണങ്ങൾ ഇസ്ലാമിന്റെ 5 പില്ലറുകളെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറം രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ വീരന്മാരെ ഓർമ്മിപ്പിക്കുന്നു. വെളുപ്പ് സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഖത്തറിന്റെ ഫ്ലാഗുമായി മാറിപ്പോകാറുണ്ട്. പക്ഷേ ഖത്തറിന്റെ ഫ്ലാഗ് ചുവപ്പ് നിറമല്ല, മറൂൺ നിറമാണ്. 9 ത്രികോണങ്ങളാണ് ഖത്തറിന്റെ ഫ്ലാഗിലുള്ളത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ കൂടുതലായും ബഹ്റൈനെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. കൂടുതലായും ഇവിടെ നടക്കുന്ന അതിക്രമങ്ങൾ ന്യൂനപക്ഷമാണെന്ന് ലേബൽ ചുമത്തിയ ഷിയാക്കൾക്ക് നേരെയാണ്. എങ്കിലും ബഹ്റൈനിലെ ഷിയാക്കൾ ധൈര്യസമേതം തെരുവുകളിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് പട്ടാളത്തെ വിളിച്ചു വരുത്തിയാണ് ബഹ്റൈൻ ഇത്തരം സമരങ്ങൾ അടിച്ചമർത്താറുള്ളത്. ബഹ്റൈന്റെ തലസ്ഥാനം 1.5 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന മനാമ നഗരമാണ്. പണ്ട് പോർച്ചുഗീസുകാർ ഭരിച്ച ഒരു നഗരമായിരുന്നു മനാമ. ഇറാനികളും ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതലാളിത്തമാണ് മനാമ നഗരത്തിന്റെ ദൈവം. പാശ്ചാത്യ രീതിയിലുള്ള മുതലാളിത്തം നടപ്പാക്കിയതുകൊണ്ട് അസാധാരണമായ സാമ്പത്തിക സമൃദ്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പെട്രോളിയമാണ് ഒരേയൊരു വരുമാന മാർഗം. ടൂറിസ്റ്റുകൾ ധാരാളമായി ബഹ്റൈനിൽ വരുന്നത് മനാമ നഗരം കാണുവാനാണ്. ഡോൾഫിനുകളുടെ കളികൾ കാണുവാനുള്ള അവസരമുണ്ട്. മനോഹരമായ മനാമ കോർണിഷ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഷീഷ ബാറുകൾ ധാരാളമുണ്ട്. ബൈത്തുൽ ഖുർആൻ എന്ന പേരിൽ ഒരു മ്യൂസിയമും ഇവിടെയുണ്ട്. കുതിരസവാരി പഠിക്കുവാനുള്ള ക്ലബ്ബുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവിടെയുണ്ട്. ബഹ്റൈൻ ഒരു മതേതര രാജ്യമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു. ജൂതന്മാരും ഇവിടെയുണ്ട്. മനാമയിലെ ജൂതപ്പള്ളി പേരെടുത്തു കഴിഞ്ഞു. 20 കിലോമീറ്റർ ബോട്ടിൽ യാത്ര ചെയ്താൽ ഹവാർ ദ്വീപിൽ എത്താൻ പറ്റും. ബേർഡ് വാച്ചിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഹവാർ ദ്വീപുകൾ. ഫ്ലെമിംഗോ പക്ഷികൾ ധാരാളമുണ്ട്. മനാമയിലെ ഷോപ്പിംഗ് സാധ്യതകളും മികച്ചതാണ്. മനാമ സൂക്ക് അറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് മാളാണ്. മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവാനും ടൂറിസ്റ്റുകൾ താല്പര്യം കാണിക്കുന്നു. ട്രീ ഓഫ് ലൈഫ് 400 വർഷം പഴക്കമുള്ള ഫോട്ടോജനിക്കായ ഒരു വൃക്ഷമാണ്. പാശ്ചാത്യവൽക്കരിച്ച ജീവിതശൈലിയാണ് മനാമയിലുള്ളത്. നൈറ്റ് ക്ലബ്ബുകളും ഡിസ്കോകളും ധാരാളമുണ്ട്. ക്രൂഡ് ഓയിൽ കുറവായതുകൊണ്ടും പെട്രോളിയം റിഫൈനറിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടും ഭാവിയിൽ മദ്യപാനികളെ ആകർഷിക്കുന്ന ഒരു നഗരമായി മനാമ മാറ്റേണ്ടി വരും. മറ്റു വരുമാനങ്ങൾ കണ്ടെത്തുവാൻ പ്രയാസമാണ്. ഇപ്പോൾ തന്നെ സൗദി അറേബ്യക്കാർ മദ്യപിക്കുവാനും കുടിച്ച് കൂത്താടാനും വേണ്ടി വ്യാഴാഴ്ച വൈകുന്നേരം പാലം കടന്ന് ബഹ്റൈനിലേക്ക് വരുന്നു. സൗദി അറേബ്യയിലെ ജീവിതശൈലി സൗദി അറേബ്യക്കാർക്ക് ഇഷ്ടമല്ല. അവർ ഇഷ്ടപ്പെടുന്നത് ബഹ്റൈനിലുള്ള പാശ്ചാത്യവൽക്കരിച്ച കള്ളും കഞ്ചാവും കിട്ടുന്ന ജീവിതശൈലിയാണ്. എങ്കിലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട സൗദി അറേബ്യക്കാർ ആഴ്ചയിൽ 5 ദിവസം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കുകയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അത് മുഴുവൻ ബഹ്റൈനിൽ കൊണ്ടുപോയി ചിലവഴിക്കുകയും ചെയ്യും. 1 കോടി ടൂറിസ്റ്റുകൾ ഒരു വർഷം വരുന്നുണ്ടെന്ന് ബഹ്റൈൻ മേനി പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ ഭൂരിഭാഗവും പാലം കടന്നു വരുന്ന സൗദി അറേബ്യക്കാരാണ്. സൗദി അറേബ്യക്കാർ സാംസ്കാരിക അഭയാർത്ഥികളാണെന്ന് കണക്കാക്കുന്നതിൽ തെറ്റില്ല.
ബഹ്റൈനിൽ യഥാർത്ഥത്തിൽ 20% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. 50%-ലധികം ഷിയാക്കളാണ്. 14% ക്രിസ്ത്യാനികളും 10% ഹിന്ദുക്കളും അല്പസ്വല്പം ബുദ്ധമത വിശ്വാസികളും ജൂതന്മാരും ഇവിടെയുണ്ട്. ബഹ്റൈൻ സ്വദേശിനിയായ മറിയം ഐവാന അലാവി അറിയപ്പെടുന്ന ഒരു യൂട്യൂബറും ടെലിവിഷൻ പേഴ്സണാലിറ്റിയുമാണ്.